കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന ആരോപണവുമായി UDF എല്ലാ മണ്ഡലങ്ങളിലെയും VVPAT എണ്ണണമെന്നാണ് നിലവിലെ ആവശ്യം. പേരാമ്പ്ര സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ ഇതുവരെയും നടപടിയെടുത്തില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. തെറ്റു ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി അവർ നോട്ടീസ് അയച്ചു. പരാതിക്കാരൻ ഞങ്ങളാണ്. എന്ത് റിപ്പോർട്ട് ഞങ്ങൾ അറിയണ്ടേ? മാത്രമല്ല 2 ദിവസങ്ങളായി ടെലിഫോൺ ലൈനിൽ പോലും കളക്ടർ വരുന്നില്ല. ഒന്ന് കാണാനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് VVPAT എണ്ണണമെന്ന അതിനിർണായകമായ ആവശ്യം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്ക് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഇതിനിടെ കോട്ടയം പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി താലൂക്കിൽ കൊണ്ടാണ് കോട്ടയം താലൂക്കിൽപ്പെട്ട ഞങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. യൂഷ്വലി നിയമപ്രകാരം നമ്മളൊന്ന് അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ വാട്സപ്പിൽ അറിയിച്ചെന്നാണ് അവർ പറയുന്നത്. ഏതായാലും എൻ്റെ നോട്ടീസിൽ വരുന്നത് ഈ പ്രശ്നം വരുമ്പോഴാണ്. പിന്നെ ഇത് ആര് തീരുമാനമെടുത്തു അങ്ങോട്ട് കൊണ്ടുപോകാൻ, അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചില ആശങ്കകൾ അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് CCTVകളുടെ അഭാവം കണ്ടു, അത് സൂചിപ്പിച്ചു, അവരത് പരിഹരിച്ചു എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 2 അസംബ്ലിയുടെ കൗണ്ടിങ് ഒരേ ഹോളിൽ വെച്ചിരിക്കുകയാണ്. ആ ഹോളിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൊട്ടപ്പുറത്തൊരു ഹോളുണ്ട്, അതിലേക്ക് മാറ്റി വെക്കാം. പക്ഷെ എന്തായാലും വരട്ടെ, ഞാനതിനെ നമുക്ക് നോക്കാം എന്തായി തീരുമെന്നുള്ളത്. കേസ് വരുവാണല്ലോ, നോക്കാം. അജി കുഞ്ഞുമോനുണ്ട് കോഴിക്കോട്. അജി, നേരത്തെ സ്ട്രോങ് റൂം തുറന്നു വന്നൊരു വിവാദം വന്നിരുന്നു. അപ്പോൾ മെറ്റീരിയൽ റൂമാണെന്ന വിശദീകരണമാണ് അധികൃതർ നൽകിയത്. ആ വിശദീകരണത്തിനും തൃപ്തരല്ല കോൺഗ്രസ് UDF നേതാക്കൾ. എല്ലാ മണ്ഡലങ്ങളിലും VVPAT എണ്ണണമെന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഏതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും സുഹേൽ ശ്രീനിധി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വിവാദം തുടങ്ങുന്നത് പേരാമ്പ്രയിലാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വലിയ തലത്തിൽ വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. അത് വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം പരാതി പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുതുപ്പള്ളിയിലും സമാനമായ മറ്റൊരു ആരോപണവും അവിടെയും ചാണ്ടി ഉമ്മൻ പറയുന്നു. അതായത് ഈ സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രധാനമായും പറയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല. പുതുപ്പള്ളി ഈ സ്ട്രോങ് റൂമിലടക്കം CCTV കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നും നടപടികൾ ഉണ്ടായത് പരാതികൾക്ക് ശേഷമാണ് എന്നാണ് പുതുപ്പള്ളിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. നേരെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടും പരാതി മറ്റൊരു തലത്തിലാണ്. അതായത് ഈ മെറ്റീരിയൽ റൂം തുറന്നുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് നൽകി. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഒരു തുടർ നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും UDF ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ഇന്ന് പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 13 മണ്ഡലത്തിലെയും VVPATകൾ കൃത്യമായി എണ്ണണമെന്നുള്ള ആവശ്യമാണ് കൃത്യമായിട്ടും അവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നിവേദനം നൽകുവാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്ട്രോങ് റൂമും വിവാദവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പിലും സമാനമായ രീതിയിലുള്ള, അതായത് CCTV ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. അതായത് ഹാർഡ് ഡിസ്ക് മാറ്റിയപ്പോൾ CCTV ക്യാമറ പ്രവർത്തിച്ചില്ല എന്ന് കൂത്തുപറമ്പിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ജയന്തി രാജൻ പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും ആവശ്യവും UDF ക്യാമ്പിൽ നിന്നും പ്രധാനമായും ഉയരുന്നത്. സുഹേൽ, ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.